Hello everyone, welcome back to another session on English grammar. Today we are going to discuss direct speech and indirect speech. Actually, indirect speech is also called reported speech. Direct സ്പീച്ചും ഇൻഡിറക്റ്റ് സ്പീച്ചുമാണ് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആക്ച്വലി വാട്ട് ഈസ് ഡിറക്റ്റ് സ്പീച്ച്? ഡിറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന ഇഫ് വി കോട്ട് ദ എക്സാക്റ്റ് വേർഡ്സ് ഓഫ് സംവൺ, അതായത് നമ്മൾ ഒരാൾ പറയുന്ന അതേപോലെ കോട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡിറക്റ്റ് സ്പീച്ച്. ആൻഡ് വാട്ട് ഈസ് ഇൻഡിറക്റ്റ് സ്പീച്ച്? അതായത് വിതൗട്ട് കോട്ടിങ് ഹിസ് എക്സാക്റ്റ് വേർഡ് വി ആർ റിപ്പോർട്ടിംഗ് സംതിങ്, ഇറ്റ് ഈസ് കോൾഡ് ഇൻഡിറക്റ്റ് സ്പീച്ച് ഓർ റിപ്പോർട്ടഡ് സ്പീച്ച്. ഓക്കെ, and let's have an example. Here Rahim said I want to go home. Look at the example. Rahim said I want to go home. This is the example of direct speech because there is the quotation. അത് direct ഇയാൾ പറഞ്ഞ കാര്യം നമ്മൾ കോട്ട് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ ഇഫ് വി ചേഞ്ച് ദിസ് ഇൻ ടു ഇൻഡിറക്റ്റ് ആക്കുന്ന സമയത്ത് ആ കൊട്ടേഷൻ ഒഴിവാക്കിയിട്ട് നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ റഹീം സെഡ് ദാറ്റ് ഹി വാണ്ടഡ് ടു ഗോ ഹോം. ഓക്കെ, സോ ഇവിടെ വാണ്ട് ഉള്ളത് എന്താണ്? സിമ്പിൾ പ്രസൻ്റ് ആണ്, അത് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറും. ദർ ആർ സർട്ടൺ റൂൾസ് റിഗാർഡിങ് ദ ചേഞ്ചസ് ഇൻ ടെൻസ് അത് ടൈം അതിലൊക്കെ അല്ലെങ്കിൽ പ്രൊനൗൺസിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ദി എക്സാമ്പിൾ ഓഫ് ഡിറക്റ്റ് ആൻഡ് ഇൻഡിറക്റ്റ് സ്പീച്ച്. ഓക്കെ, ആൻഡ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്. Now let's look at some rules regarding the changes in tense. ഇവിടെ ടെൻസിൽ വരുന്ന മാറ്റങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ഡിറക്റ്റ് സ്പീച്ച് ഇൻഡിറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അത് ടെൻസ് മനസ്സിലാക്കുകയാണ്. ഫസ്റ്റ് വൺ, ഇഫ് ഇറ്റ് ഈസ് ഇൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്തിലേക്ക് മാറും? റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തിലേക്ക് മാറും എന്നുള്ളതാണ് നോക്കുന്നത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, സിമ്പിൾ ഇപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കുന്ന സമയത്ത് ഒറിജിനൽ സെൻറ്റൻസ് എന്താണോ അത് സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ വി ക്യാൻ ചേഞ്ച് ഇൻ ടു സിമ്പിൾ പാസ്റ്റ്. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വി ക്യാൻ ചേഞ്ച് ദിസ് ഇൻ ടു സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, ഇനി സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ എവറിത്തിങ് വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ് ഇത് മാറുന്നത്. ഓക്കെ, ദെൻ സംടൈംസ് സിമ്പിൾ പാസ്റ്റ് റിമൈൻ അൺചേഞ്ച്. ചില സമയത്ത് സിമ്പിൾ പാസ്റ്റ് അതുപോലെ തന്നെ അവിടെ ഉണ്ടാകാറുണ്ട്. ഓക്കെ, യെസ്, ഫോർ എക്സാമ്പിൾ ഷീ സെഡ് ഐ ഹാഡ് എ വണ്ടർഫുൾ ഡ്രീം ലാസ്റ്റ് നൈറ്റ്. ഇങ്ങനെ പറയുന്ന സമയത്ത് എന്താണ്? ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് എ വണ്ടർഫുൾ ഡ്രീം ദ പ്രീവിയസ് നൈറ്റ്, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ചില സമയത്ത് സിമ്പിൾ പാസ്റ്റ് അതുപോലെ തന്നെ റിമൈൻ ചെയ്യും. ഇൻ അതർ കോണ്ടെക്സ്റ്റ് എന്താണ്? സിമ്പിൾ പാസ്റ്റ് വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു പാസ്റ്റ് പെർഫെക്റ്റ്. ഫോർ എക്സാമ്പിൾ ഐ ബോട്ട് എ ന്യൂ ലാപ്ടോപ്പ് ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ഐ ബോട്ട്, അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ആൻഡ് എന്താണ്? ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് ബോട്ട്, അവിടെ എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റിലേക്കാക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, നമ്മൾ എക്സാമ്പിൾസ് വേറെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ചേഞ്ചസ്. ഓക്കെ, സിമ്പിൾ പാസ്റ്റും പ്രസൻറ്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറുന്നുണ്ട്. പാസ്റ്റ് പെർഫെക്റ്റ് മീൻസ് അത് അതേപോലെ തന്നെ അവിടെ നിൽക്കും. ഓക്കെ, സോ സിമ്പിൾ പാസ്റ്റ് ഇടയ്ക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഹാഡ് എന്ന് വരുന്ന കോണ്ടെക്സ്റ്റിൽ അതേപോലെ തന്നെ നിൽക്കാറുണ്ട്. ഓക്കെ, ദെൻ ആം ഈസ് ആ വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു വാസ് ഓർ വർ. ആം ഈസ് ആ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് വരുന്നത്, അതെന്താവും? വാസ് ഓർ വേറിലേക്ക് മാറും. ഓക്കെ, ദെൻ വാസ് ഓർ വർ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് വാസ് ഓർ വർ. അതുപോലെ തന്നെ ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അതുപോലെ ഹാഡ് ബീൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഹാഡ് ബീൻ, ഹാസ് ബീൻ, ഹാവ് ബീനും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇതൊക്കെ എന്താണ്? ഹാഡ് ബീനിലേക്കാണ് മാറുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സെൻറ്റൻസിൽ ഹാവ് ബീൻ ആണോ ഹാഡ് ബീൻ ആണോ നോക്കിയിട്ട് ജസ്റ്റ് വി ക്യാൻ ചേഞ്ച് ഇൻ ടു ഹാഡ് ബീൻ. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ മാറ്റിയാൽ മതി. ഓക്കെ, സോ ആം ഈസ് ആർ വരികയാണെങ്കിൽ ആമോ ഈസ് ആകുമ്പോൾ വാസ് ആവുന്നു, ആർ ഉള്ളത് വേർ ആകുന്നു. ഓക്കെ, സോ വാസ് ഓ വേർ, ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ, ഹാഡ് ബീൻ വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു ഹാഡ് ബീൻ. ഓക്കെ, ഈ ഒരു സംഭവം മനസ്സിലാക്കി വെക്കുക. ദെൻ വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു വുഡ്. വിൽ എന്നുള്ളത് വുഡ് ആയിട്ടാണ് മാറുക. ഓക്കെ, വി നോ ദാറ്റ് വിൽ ഇൻഡിക്കേറ്റ് ഫ്യൂച്ചറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് വിൽ. അപ്പോൾ വിൽ എന്താവും? വുഡായിട്ട് മാറും. ദെൻ ക്യാൻ വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു കുഡ് ആൻഡ് മേ വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു മൈറ്റ്. മേ മൈറ്റ് ആയിട്ട് മാറും. ഓക്കെ, ദെൻ മസ്റ്റ് എന്നുള്ളത്
മസ്റ്റ് ഇഫ് ഇൻ ദ കേസ് ഓഫ് ഒബ്ലിഗേഷൻ മീൻസ് നമ്മൾ നിർബന്ധിച്ച് ചെയ്യണമെന്ന് പറയുന്നത് യു മസ്റ്റ് ഡു ദിസ് എന്ന് പറയുന്ന ഒബ്ലിഗേഷൻ ആണെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിലാണെങ്കിൽ ദാറ്റ് വിൽ ബി ചേഞ്ച് ഇൻ ടു ഹാഡ് ടു. ഓക്കെ, ഹാഡ് ടു ആയിട്ടാണ് മാറുക. അതുപോലെ മസ്റ്റ് എന്താണ് ഡിഡക്ഷൻ ആണെങ്കിൽ ഇഫ് വി ഡെഡ്യൂസ് സംതിങ് നമ്മൾ എന്താണ് ഊഹിച്ചെടുക്കുന്ന കാര്യങ്ങളാണെങ്കിൽ എന്താണ് അത് മസ്റ്റ് തന്നെ ആയിട്ടാണ് വരിക. ഓക്കെ, മസ്റ്റ്. ഓക്കെ, സോ ദീസ് ആർ ദി ചേഞ്ചസ് ഇൻ മസ്റ്റ്. ദെൻ അബൌട്ട് ഷോൾ എന്ന് ഫ്യൂച്ചർ ഇൻഡിക്കേഷനുള്ള ഷോൾ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു വുഡ്. നേരത്തെ വില്ല് മാറിയ പോലെ തന്നെ വുഡ് ലൈക്ക് ആയിട്ടാണ് മാറുക. ബട്ട് ഇഫ് ദ ഷോൾ സജസ്റ്റ് സം ഓഫർ ഓർ സജഷൻസ് ഓഫർ ആണോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു ഷുഡിലേക്കാണ് മാറുന്നത്. ഓക്കെ, ദീസ് ആർ ദി ചേഞ്ചസ് ഇൻ ദിസ്. ഓക്സിലറീസിൽ വരുന്നതാണ്, അതായത് മോഡൽ ഓക്സിലറീസിലൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. വിൽ, ക്യാൻ, മേ, മസ്റ്റ് ദെൻ ഷോൾ എന്നുള്ളതൊക്കെ. ഓക്കെ, പക്ഷേ എന്താണ് ചില മോഡൽസിൽ എന്താണ് മാറ്റങ്ങൾ വരാത്തതുണ്ട്. വുഡ്, ഷുഡ്, ഓട്ട് ടു, മൈറ്റ്, കുഡൊക്കെ എന്താണ് അത് അങ്ങോട്ട് മാറുന്നില്ല, അത് റിമൈനിങ് ദി സെയിം. ഓക്കെ, ഇത് മനസ്സിലാക്കുക. വിൽ വുഡ് ആവും, ക്യാൻ കുഡ്, മേ മൈറ്റ്, മസ്റ്റ് ഹാഡ് ടു, മസ്റ്റിന് വരുന്നുണ്ട്, ദെൻ ഷോൾ വുഡ് ആകുന്നുണ്ട്, ദെൻ ഷോൾ വിൽ ബി ചേഞ്ച് ഇൻ ടു ഷുഡ്. ഓക്കെ, അക്കോർഡിംഗ് ടു ദി കോണ്ടെക്സ്റ്റ്. ദെൻ വാട്ട് അബൌട്ട് ദ ചേഞ്ച് ഇൻ പ്രൊനൗൺസ്? ഓക്കെ, അതായത് ഐ വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു ഹി ഓർ ഷീ. ഓക്കെ, ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് ആക്കുന്ന സമയത്ത് അങ്ങനെയാണ് വരുന്നത്. ഞാൻ എന്നുള്ളത് അവൻ പറയുമ്പോൾ ഞാനായിരിക്കും, അപ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ് വരിക. ഓക്കെ, ദെൻ യു വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു ഐ, ഷീ, ഹി, ദേ, വി. ദെൻ വി, ദേ, ആൻഡ് മീ, ഹിം ഓർ ഹെർ. ഓക്കെ, ദെൻ യു എന്നുള്ളത് ഹിം, ഹെർ, അസ് ഓർ ദം. അസ് എന്നുള്ളത് ദം ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ മൈ, അത് പൊസഷൻസ് ആണ് കാണിക്കുന്നത്. മൈ, ഹിസ് ഓർ ഹെർ. ദെൻ യുവർ എന്നുള്ളത് മൈ, ഹിസ്, ഹെർ, അവർ, ദ ഒക്കെ ആയിട്ട് വരാം. അവർ. ദെൻ ദെയർ, മൈൻ വിൽ ബി ഹിസ് ഓർ ഹേഴ്സ്. ദെൻ യുവേഴ്സ് വിൽ ബി മൈൻ, ഹിസ്, ഹേഴ്സ്, അവേഴ്സ്, ദേഴ്സ്. ദെൻ അവേഴ്സ് വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു ദേഴ്സ്. ഓക്കെ, അത് ആ കോണ്ടെക്സ്റ്റിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ മാറ്റാം. ഓക്കെ, ദിസ് ഈസ് ഹൗ ദ ചേഞ്ചസ് കം ഇൻ pronoun or possessions. Okay, then the changes that comes in ടൈമിൽ വരുന്ന മാറ്റങ്ങളാണ്. നൗ ഇപ്പോൾ ഉള്ളത് ദാറ്റ് വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു ദെൻ. നൗ വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു ദെൻ അല്ലെങ്കിൽ അറ്റ് ദാറ്റ് ടൈം. ദെൻ ടുഡേ വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു യെസ്റ്റർഡേ ഓർ ദാറ്റ് ഡേ. ദെൻ യെസ്റ്റർഡേ വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു ദ ഡേ ബിഫോർ ഓർ പ്രീവിയസ് ഡേയിലേക്ക് മാറും. ദെൻ ടുമോറോ വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു ദ നെക്സ്റ്റ് ഡേ ഓർ ദി ഫോളോയിങ് ഡേ. നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഫോളോയിങ് ഡേ ആയിട്ടാണ് ടുമോറോ വരുന്നത്. ദെൻ ലാസ്റ്റ് നൈറ്റ്, ദ നൈറ്റ് ബിഫോർ. ലാസ്റ്റ് മന്ത് ആണെങ്കിൽ ദ മന്ത് ബിഫോർ. ലാസ്റ്റ് ഇയർ ആണെങ്കിൽ ദ ഇയർ ബിഫോർ. ഓക്കെ, ദെൻ ടു നൈറ്റ് ആണെങ്കിൽ ദാറ്റ് നൈറ്റ്. ദെൻ എഗോ എന്നുള്ളത് പ്രീവിയസ്ലി ഓർ ബിഫോർ. ദെൻ ഡേയ്സ് എഗോ, ഇത് എത്ര ഡേയ്സ്, 3 days എഗോ എന്നാണെങ്കിൽ എന്താണ് 3 days ബിഫോർ. അത് ഡേയ്സ് എത്ര ഡേയ്സ് അനുസരിച്ച് നമുക്ക് മാറ്റാം. 4 days എഗോ ആണെങ്കിൽ 4 days ബിഫോർ. ഓക്കെ, ദിസ് ഈസ് ഹൗ ഇറ്റ് comes. Okay, so this is the change that happens in time, and there come certain changes in demonstrative such as this, etc. This will be changed into that. This, that ആയിട്ട് മാറുന്നു. അതുപോലെ these will be changed into those. Then is some place പറയുന്ന പോലെ here will be changed into there. here എന്നുള്ളത് there എന്നായിട്ട് ഒക്കെ മാറുന്നുണ്ട്. Okay, these are the changes. Now let's look at some examples. Here the first example, she said I like ice cream. Okay, നേരത്തെ പറഞ്ഞ ടെൻസിൻ്റെ കോണ്ടെക്സ്റ്റിൽ നോക്കുക. she said I like ice cream. ഡിറക്റ്റ് സ്പീച്ച് ആണ്. ഇവിടെ ലൈക്ക് എന്ന സമയത്ത് ഇറ്റ് ഈസ് സിമ്പിൾ പ്രസൻറ്റ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് നേരത്തെ പറഞ്ഞു സിമ്പിൾ പാസ്റ്റിലേക്കാണ് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ she said that she liked. ഓക്കെ, ലൈക്ക് വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു ലൈക്ഡ്. സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ V2 ആണ് വരിക. she liked ice cream. Okay, then next example, Raju said I bought a car. Here bought is in past tense. Okay, simple past ആണ്. simple past നമ്മൾ പറഞ്ഞു past perfectലേക്കാണ് മാറുക. so Raju said that he had bought. past perfect എന്ന് പറഞ്ഞാൽ had plus V3 ആണ് നമുക്കറിയാം. അപ്പോൾ he had bought a car. then again John said I have seen this film. Okay, ഇവിടെ present perfect ആണ്. have seen പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ് മാറുക എന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ
ജോൺ സെഡ് ദാറ്റ് ഹി ഹാഡ് സീൻ, ഇവിടെയും ഹി ഹാഡ് സീൻ എന്ന് പറഞ്ഞു. അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റ് വരികയാണെങ്കിൽ ഹാഡ് പ്ലസ് V3 ആണ് പാസ്റ്റ് പെർഫെക്റ്റ് വരികയാണെങ്കിൽ ഇതേപോലെ ആ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ തന്നെ ആയിരിക്കും റിമൈൻ ചെയ്യുക എന്നുള്ളത് ഓർക്കുക. ഓക്കെ, സോ ദീസ് ആർ ദി ചേഞ്ചസ് ഇൻ ടെൻസിൽ വരുന്ന ചേഞ്ചസ് ആണ് പറയുന്നത്. ദെൻ ഷീ സെഡ് ദേ ആർ സ്റ്റഡിയിങ്. ഓക്കെ, ഇവിടെ ആർ സ്റ്റഡിയിങ് എന്ന് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ആ സ്റ്റഡിയിങ്. ഓക്കെ, അപ്പോൾ ആം ഈസ് ആർ എന്താവും, വാസോ വേർ ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ആറ് വേറാണ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ദേ സെഡ് ദേ വേർ. ഓക്കെ, ദേ വേർ സ്റ്റഡിയിങ്. ഓക്കെ, ദെൻ എന്താണ്, ആമോ ഈസോ ആണെങ്കിൽ വാസ് ആവും, സിമ്പിൾ. ഓക്കെ, ദെൻ ഹി സെഡ് ഹി വാസ് വാച്ചിങ് TV. ഇവിടെ വാസ് ആണ് വന്നിട്ടുള്ളത്. വാസ് എന്താകും, വാസ് ഓ വേർ വിൽ ബി ചേഞ്ച് ഇൻ ടു ഹാഡ് ബീൻ എന്ന് പറഞ്ഞു. ഓക്കെ, അതായത് he said that he had been watching TV. Okay, then Lucky said I have been sitting here for a long time. Okay, എന്ന് പറഞ്ഞു. have been എന്താണ്, have been sitting is the present perfect continuous ആണ്. have been sitting അല്ലെങ്കിൽ has been sitting, she ആണെങ്കിൽ has been sitting എന്നാണ് വരിക. has been sitting or have been sitting will be changed into had been. നേരത്തെ പറഞ്ഞു, ഇവിടെ പറഞ്ഞ had been ലേക്ക് തന്നെയാണ് മാറുന്നത്. സോ എന്താണ്, that he had been sitting there for a long time. ഓക്കെ, ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കണം. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കൊട്ടേഷൻ അവിടെ ഉണ്ടാവില്ല. യു ഷുഡ് അവോയ്ഡ് ദി കൊട്ടേഷൻ. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് കണ്ടിന്യൂസ് ടെൻസ് ആൻഡ് perfect continuous tense. Okay, then what about will, can, etc. അതാണ് പറയുന്നത്. then she said I will see you later. okay, ഇവിടെ will ആണ് വന്നിട്ടുള്ളത്. will be changed into would എന്ന് പറഞ്ഞു. okay, അപ്പോൾ she said she would see me later. okay, will be changed into would, simple ആണ്. will അതേപോലെ would ആയിട്ട് മാറുന്നുണ്ട്. okay, then he said I can drive the car. ഇവിടെ can ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, I can drive the car, he said. ഓക്കെ, കൊട്ടേഷൻ ആണ്. ദെൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് he said he could drive the car. അപ്പോൾ can will be changed into could. okay, so Raju said I may be late. okay, here may ആണ് വന്നിട്ടുള്ളത്. സോ may will be changed into might. mightലേക്കാണ് മാറുന്നത്. സോ Raju said he might be late. okay, he might be late. okay, and here the teacher you must study harder. okay, must ന്റെ എക്സാമ്പിൾ ആണ് പറയുന്നത്. you must study harder. okay, ഇവിടെ must അത് ഒബ്ലിഗേഷൻ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഒബ്ലിഗേഷൻ നിർബന്ധമായി ചെയ്യണം എന്നുള്ളത് കൊണ്ട് നമ്മൾ പറഞ്ഞു ഒബ്ലിഗേഷൻ ആവണമെങ്കിൽ ഹാഡ് ടുയിലേക്കാണ് മാറുക. ഓക്കെ, അപ്പോൾ മൈ ടീച്ചർ സെഡ് ദാറ്റ് ഐ ഹാഡ് ടു സ്റ്റഡി ഹാർഡർ. ഓക്കെ, മസ്റ്റ് എന്നുള്ളത് ഹാഡ് ടുയിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, ഐ ഹാഡ് ടു സ്റ്റഡി ഹാർഡർ. ദെൻ ഷീ സെഡ് ഹി മസ്റ്റ് ബി ഹിൽ. ഇവിടെ ഒരു ഡിഡക്ഷൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, ഒരു ഡെഡ്യൂസ് സംതിങ്, അങ്ങനെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നതാണ്. ഓക്കെ, ഷീ സെഡ് ഹി മസ്റ്റ് ബി ഇൽ. അപ്പം മസ്റ്റ് അതേപോലെ തന്നെ ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഷീ സെഡ് ഹി മസ്റ്റ് ബി ഇൽ. ഓക്കെ, അവളെ കണ്ടിട്ട് രോഗിയാണെന്ന് തോന്നുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഷീ സെഡ് ഹി മസ്റ്റ് ബി ഇൽ. ഓക്കെ, അപ്പോൾ അവിടെ മസ്റ്റ്. ദെൻ വാട്ട് അബൌട്ട് ഷോൾ ആണ് പറയുന്നത്. ഷീ സെഡ് ഐ ഷോൾ നീഡ് മോർ മണി. ഓക്കെ, ഇവിടെ ഫ്യൂച്ചർ ഇൻഡിക്കേഷൻ ആണ്. അപ്പോൾ ഫ്യൂച്ചർ ഇൻഡിക്കേഷൻ ആകുമ്പോൾ ഷോൾ വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു വുഡ് എന്ന് പറഞ്ഞു. ജസ്റ്റ് ആസ് വില്ല് വുഡ് ആവുന്ന പോലെ തന്നെ ഷോൾ വുഡ് ആവുന്നു ഇഫ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഫ്യൂച്ചർ. ഓക്കെ, സോ ഷീ സെഡ് ഷീ വുഡ് നീഡ് മോർ മണി. ഓക്കെ, ഷീ സെഡ് ഷീ വുഡ് നീഡ് മോർ മണി. അപ്പോൾ അതാണ് ഷോൾ. ദെൻ ഷോള് വേറെ പറഞ്ഞു എന്താണ്, ഷോൾ ഐ ഓപ്പൺ ഇറ്റ് എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റിൽ ഇവിടെ എന്താണ്, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എൻ ഓഫർ അല്ലെങ്കിൽ സജഷൻ പറയാണ്. ഷാൾ ഐ ഓപ്പൺ ഇറ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ ചോദിക്കുന്നത്. ആ സമയത്ത് എന്താണ് ഷോൾ വിൽ ബി ചേഞ്ച് ഇൻ ടു ഷുഡ് എന്ന് പറഞ്ഞു. അതായത് ഹി ആസ്ക്ഡ് ഇഫ് ഹി ഷുഡ് ഓപ്പൺ ഇറ്റ്. ഇവിടെ ഇഫ് വരുന്നത് ഇത് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. ക്വസ്റ്റ്യൻ എന്താണ്, ക്വസ്റ്റ്യൻ എങ്ങനെ മാറുന്നു എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഷോൾ വിൽ ബി ചേഞ്ച് ഇൻ ടു ഷുഡ് ഇഫ് ഇറ്റ് സജസ്റ്റ് സംതിങ് ഓർ ഓഫർ സംതിങ്. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് about future indication it will be changed into would. okay, ഈ ഒരു കോണ്ടെക്സ്റ്റ് അത് മനസ്സിലാക്കുക. okay, now we are going to discuss some important aspects to be considered while reporting. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
ഇതുവരെ നമ്മൾ പ്ലെയിൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ആ പറഞ്ഞ മാറ്റങ്ങൾ വരുത്തിയാൽ മതിയായിരുന്നു. ബട്ട് ദർ ആർ സം കോംപ്ലെക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നുണ്ട് ഇൻ വിച്ച് ദ ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് വരുന്നത്. സോ ഹൗ വി റിപ്പോർട്ട് ക്വസ്റ്റ്യൻ എങ്ങനെ റിപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, വൈൽ റിപ്പോർട്ടിംഗ് എ ക്വസ്റ്റ്യൻ ഇൻ ദ ഇൻഡിറക്റ്റ് ഫോം ദ ഇൻട്രൊഡക്ടറി വേർബ് മസ്റ്റ് ബി ചേഞ്ച് ഇൻ ടു ആസ്ക്ഡ്, എൻക്വയർഡ് ഓർ ഡിമാൻഡഡ്. അതായത് ഇൻട്രൊഡക്ടറി വേർബ്, അതായത് എപ്പോഴും സെഡ് എന്ന് പറയുന്നതിന് പകരം എന്താണ് ക്വസ്റ്റ്യൻ ആകുന്ന സമയത്ത് ആസ്ക്ഡ് അല്ലെങ്കിൽ എൻക്വയർഡ് ഓർ ഡിമാൻഡഡ് എന്നൊക്കെ ചോദിക്കാം. അതുപോലെ സെഡ് തന്നെ എപ്പോഴും പറയുന്നത് ഓഡാണ്. അപ്പോൾ എടുക്കുക എന്ത് ചെയ്യാം, സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ മാറ്റി പറയാം. ഓക്കെ, പല രീതിയിൽ നമുക്ക് സജസ്റ്റഡ് ആക്കാം, അല്ലെങ്കിൽ ടോൾഡ് ആക്കാം, ആസ്ക്ഡ് ആക്കാം, അങ്ങനെയൊക്കെ മാറ്റി പറയാനുണ്ട്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് WH ക്വസ്റ്റ്യൻ ഫസ്റ്റ്. WH ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ, ഹൗ മെനി സിസ്റ്റേഴ്സ് ഹാവ് യു. ഇതെന്താണ് WH ക്വസ്റ്റ്യൻ എക്സാമ്പിളാണ്. ഹൗ മെനി സിസ്റ്റേഴ്സ് ഹാവ് യു, ഹൗ മെനി ഇതാണ് ക്വസ്റ്റ്യൻ വേർഡ്, ഹൗ മെനി. ഓക്കെ, അപ്പോൾ WH ക്വസ്റ്റ്യൻ ആണ്. ദെൻ വെൻ വി ചേഞ്ച് ഇൻ ടു ഇൻഡിറക്റ്റ്, ഹി ആസ്ക്ഡ്, അപ്പോൾ ഹി ആസ്ക്ഡ്. ഓക്കെ, അവൻ ചോദിച്ചു, ആസ്ക്ഡ് ആണ് ഏത് ഇൻട്രൊഡക്ടറി വേർബായിട്ട് വരുന്നത്. ദെൻ ഹൗ മെനി, ആ ക്വസ്റ്റ്യൻ വേർഡ് WH ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ വേർഡ് അതേപോലെ ഇവിടെ എടുത്ത് എഴുതുക. ആസ്ക്ഡിന് ശേഷം അല്ലെങ്കിൽ എൻക്വയർഡിന് ശേഷം ഡിമാൻഡഡിന് ശേഷം എന്താണ് ഹൗ മെനി അതേപോലെ എഴുതുക. ദെൻ സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഹൗ മെനി സിസ്റ്റേഴ്സ് ഹാവ് യു. അപ്പോൾ യു ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ യു വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു ഐ. എന്നോടാണ് ചോദിക്കുന്നത്, അപ്പം ഞാനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഹൗ മെനി സിസ്റ്റേഴ്സ് ഐ ഹാഡ്. ഓക്കെ, ഇവിടെ ഹാവ് യു എന്നുള്ളത് ഐ ഹാഡ് ആയിട്ടാണ് വരുന്നത്. അത് മാറ്റം നിങ്ങൾക്കറിയാം, ക്വസ്റ്റ്യൻ ആവുന്ന സമയത്ത് ഓക്സിലറി സബ്ജക്റ്റിന് മുമ്പ് വരും. ഓക്കെ, ബട്ട് ഇത് എന്താണ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് അത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ സബ്ജക്റ്റാണ് ആദ്യം വരിക, സബ്ജക്റ്റ് വന്നിട്ടാണ് എന്ത് വരിക, ഓക്സിലറി വരിക. ഓക്കെ, അപ്പോൾ ഓക്സിലറി ഇവിടെയുള്ള ഹാവ് എന്താണ്, ഹാവ് വിൽ ബി ചേഞ്ച് ഇൻ ടു ഹാഡ്. ഹി ആസ്ക്ഡ് ഹൗ മെനി സിസ്റ്റേഴ്സ് ഐ had. Okay, this is how we change WH question. Okay, ഇനി അതിൻ്റെ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഷീ ആസ്ക്ഡ് വാട്ട് ആർ യു ഡൂയിങ്. ഓക്കെ, ഷീ ആസ്ക്ഡ് വാട്ട് ആർ യു ഡൂയിങ് എന്നുള്ളതാണെങ്കിൽ, ഷീ ആസ്ക്ഡ് മീ വാട്ട് ഐ വാസ് ഡൂയിങ്. അപ്പോൾ വാട്ട് അതേപോലെ എഴുതി. ദെൻ സബ്ജക്റ്റ് യു എന്തായി, ഞാനായി, യു will be changed into I. What I was doing, R will be changed into was. Okay, what I was doing. Okay, ഇങ്ങനെയാണ് വരുന്നത്. Now let's look at the change in yes or no question. Okay, yes or no questionലെ ചേഞ്ച് ആണ് പറയുന്നത്. While reporting yes or no questions, the reporting verb has to be followed by whether or if. Okay, it is important, whether or if. If or whether or റിപ്പോർട്ടിംഗ് വേർബിൻ്റെ അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി വേർബിൻ്റെ ശേഷം വരും എന്നാണ് പറയുന്നത്. നോക്കാം. ദെൻ ദ മാനേജർ സെറ്റ് ഹാവ് യു ഫിനിഷ്ഡ് യുവർ വർക്ക്. ഓക്കെ, അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വിൽ ബി യെസ് ഓർ നോ. ഹാവ് യു ഫിനിഷ്ഡ് യുവർ വർക്ക്. സോ ഇൻഡിറക്റ്റ് ആക്കുന്ന സമയത്ത് ദ മാനേജർ ആസ്ക്ഡ്. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്, ഈഫ് ആണ്. ഈഫ് ഓർ വെദർ രണ്ടും വരാം. വെദർ രണ്ടും റൈറ്റ് ആണ്. വെദർ ഓർ ഈഫ് ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ വർക്ക്. ഓക്കെ, ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ വർക്ക്. അപ്പോൾ എന്താണ്, ഐ ഹാഡ് വിൽ എന്താണ്, ഹാവ് വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു ഹാഡ്. ഓക്കെ, ഫിനിഷ്ഡ് അതേപോലെ തന്നെ വരുന്നത്, ഹാവ് ഫിനിഷ്ഡ് വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു ഹാഡ് ഫിനിഷ്ഡ്. യു എന്നുള്ള സബ്ജക്റ്റ് ഐ ആയിട്ട് മാറും. ദ മാനേജർ ആസ്ക്ഡ് ഇഫ് ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ വർക്ക്. ഓക്കെ, ദിസ് ഈസ് ഹൗ. ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ഇറ്റ് കംസ്. ഓക്കെ, സോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഈ രീതിയിലാണ്, വെദറും ഈഫും വരും. WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ വേർഡ് തന്നെ നേരെ എടുത്ത് എഴുതുകയാണ് ചെയ്യുന്നത്. ഓക്കെ, now let's look at how we can change imperative sentences. imperative or command request എന്നൊക്കെയാണ് പറയുക. അതെങ്ങനെ ചേഞ്ച് ചെയ്യുന്നുള്ളതാണ് നോക്കുന്നത്. So sentences containing an order, request, warning, advice, etc. are in the imperative mode. We know that. In reporting them in the indirect form, the introductory word said has to be replaced by asked, ordered, commanded, requested, advised or warned. ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ടറി വേർബ് എന്ന് പറയുമ്പോൾ ആസ്ക്ഡ്, ഓർഡേർഡോ, കമാൻഡഡോ, റിക്വസ്റ്റഡ്, അഡ്വൈസ്ഡ്, വാണ്ട് ഒക്കെ ആയിട്ട് വരാം. ദെൻ ഫോർ എക്സാമ്പിൾ ദ വേർബ് ആൻഡ് ഓൾസോ ദ വേർബ് ഇൻ ദ ഡിറക്റ്റ് സ്പീച്ച് ഹാസ് ടു ബി ചേഞ്ച്ഡ് ഇൻ ടു ദ ഇൻഫിനിറ്റീവ്. ഓക്കെ, ഇൻഫിനിറ്റീവിലേക്കാണ് അവിടെ മാറുന്നത്. ഇൻഫിനിറ്റീവ് മീൻ ടു ഇൻഫിനിറ്റീവ് നമുക്കറിയാം, ടു ഗോ,
ടു കം, അതൊക്കെയാണ് ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. കീപ് ക്വയറ്റ്, സെഡ് ദ മദർ ടു ദി ചൈൽഡ്. കീപ് ക്വയറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്, ദ മദർ ആസ്ക്ഡ് ദ ചൈൽഡ് ടു കീപ് ക്വയറ്റ്. അതാണ് ടു ഇൻഫിനിറ്റീവ് ആണ് വരിക, ടു കീപ് ക്വയറ്റ്. ഓക്കെ, മദർ ആസ്ക്ഡ് അതാണ് ഇൻട്രൊഡക്ടറി വേർബ് എന്ന് പറഞ്ഞത്, എന്താണ്, ആസ്ക്ഡ് ആണ് വരുന്നത്. ദെൻ ദ ചൈൽഡ് ടു കീപ് ക്വയറ്റ്. അതുപോലെ ഒന്നുകൂടി നോക്കിയാൽ മനസ്സിലാവും. കോൾ ദ വിറ്റ്നസ്, സെഡ് ദ മജിസ്ട്രേറ്റ്. സോ ദ മജിസ്ട്രേറ്റ് ഓർഡേർഡ്, ഇവിടെ എന്താണ്, മജിസ്ട്രേറ്റിൻ്റെ ഓർഡറാണ്. സോ മജിസ്ട്രേറ്റ് ഓർഡേർഡ് ദം ടു കോൾ ദ വിറ്റ്നസ്. അപ്പോൾ ഓർഡർ, കമാൻഡ്, റിക്വസ്റ്റ് ഒക്കെ ആണെങ്കിൽ ടു ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ടറി വേർഡിൽ ഓർഡർ, കമാൻഡ്, റിക്വസ്റ്റ് അങ്ങനെയൊക്കെയാണ് വരിക. ദീസ് ആർ ദി ചേഞ്ചസ്. Then there comes certain exceptions വരുന്ന കോണ്ടെക്സ്റ്റ് ആണ്. The tense need not to be changed in the case of a statement of a permanent nature or of universal laws. Permanent nature അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലോസ് ഒക്കെ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ അതിൽ വേർബിലൊന്നും മാറ്റം വരുന്നില്ല എന്നാണ് പറയുന്നത്. ടെൻസിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഫോർ എക്സാമ്പിൾ, ദ ടീച്ചർ, ദ എർത്ത് ഗോസ് അറൗണ്ട് ദ സൺ. ഇവിടെ എന്താണ്, യൂണിവേഴ്സൽ ലോസ് ഒക്കെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലാണ് പറയുന്നത്. ദ എർത്ത് ഗോസ് അറൗണ്ട് ദി സൺ, ഗോസ് റൗണ്ട് ദി സൺ എന്ന് പറയുന്നത് എന്താണ്, യൂണിവേഴ്സൽ ലോ ആണ്. ഓക്കെ, ദർ ഈസ് നോ ചേഞ്ച്. അപ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗോസ് എന്നുള്ള സിമ്പിൾ പ്രസൻറ്റ് ആയതുകൊണ്ട് എന്താണ്, പാസ്റ്റിലേക്ക് ആക്കണം, വെൻറ്റ് എന്നൊക്കെ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇൻ ദിസ് കേസ് ഇതൊരു എക്സെപ്ഷൻ ആണ്, അതായത് ഇതിൽ മാറ്റങ്ങൾ വരുന്നില്ല. സോ ദ ടീച്ചർ എക്സ്പ്ലൈൻഡ് ദാറ്റ് ദ എർത്ത് ഗോസ് റൗണ്ട് ദി സൺ, അങ്ങനെ തന്നെയാണ് വരുന്നത്. ഓക്കെ, സിൻസ് ഇറ്റ് ഈസ് ഹാവിങ് എ പെർമനൻറ്റ് നേച്ചർ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലോ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു എക്സെപ്ഷൻസ് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ഇൻ ഡിറക്റ്റ് ആൻഡ് ഇൻഡിറക്റ്റ് സ്പീച്ച് ദ ഫോളോയിങ് വേർബ്സ് ഡു നോട്ട് ചേഞ്ച് വരാത്ത വേർബ്സ് ആണ് പിന്നെ പറയുന്നത്. അതായത് വുഡ്, ഷുഡ്, ought to, might, could. ഓക്കെ, നേരത്തെ വില്ല്, ക്യാൻ ഒക്കെ എന്താണ്, വുഡ്, കുഡ് ഒക്കെ ആവുന്നതെന്ന് പറഞ്ഞു. ദെൻ വാട്ട് അബൌട്ട് വുഡ്, കുഡ് എക്സെട്ര, അതൊക്കെ എന്താണ്, ദാറ്റ് റിമൈൻ സെയിം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഷീ സെഡ് he ought to behave properly. Then she said that he ought to behave properly. അപ്പോൾ would, should, ought to, might, could ഒക്കെ വരികയാണെങ്കിൽ അത് അതേപോലെ തന്നെ ആയിരിക്കും വരിക. there is no change. ഓക്കെ, ഇതും കൃത്യമായിട്ട് മനസ്സിലാക്കുക. Then what about in the context when we use let വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് പറയുന്നത് എന്നാണ് നോക്കുന്നത്. when let in the direct expresses a proposal or suggestion, ഇത് പ്രപ്പോസലോ അല്ലെങ്കിൽ സജഷൻസോ ആണെങ്കിൽ the introductory verb should be changed into proposed or suggested. propose or suggested ആണ് introductory verb വരുന്നത്. and the auxiliary verb should must be used along with the verb instead of the infinitive. ഇൻഫിനിറ്റീവിന് പകരം ഇവിടെ ഷുഡാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഒരു സജഷൻസോ പ്രപ്പോസലോ ഒക്കെ ആയി വരുന്ന സമയത്താണ് ഇത് പറയുന്നത്. അല്ലാതെ എന്താണ്, ഇമ്പറേറ്റീവ് മൂഡാകുന്ന സമയത്ത് ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഷുഡ്. ഓക്കെ, സോ ഷീ സെഡ് ലെറ്റ്സ് ഹാവ് എ പിക്നിക് ഓൺ സൺഡേ. ഇതൊരു സജഷനാണ് പറയുന്നത്. ഷീ സെഡ് ലെറ്റ്സ് ഹാവ് എ പിക്നിക് ഓൺ സൺഡേ. അപ്പോൾ ലെറ്റാണ്. ഓക്കെ, ദെൻ സോ ഇൻഡിറക്റ്റ് എങ്ങനെയാണ്, ഷീ സജസ്റ്റഡ്. അപ്പോൾ സജസ്റ്റഡ് എന്നുള്ള ഇൻട്രൊഡക്ടറി വേർബ് വന്നു. ഷീ സജസ്റ്റഡ് ദാറ്റ് ദേ ഷുഡ്. ഓക്കെ, ലെറ്റ് അസ് എന്താണ്, ദേ ആയിട്ട് മാറുന്നു. ദെൻ ഷുഡ് ഹാവ്. ഓക്കെ, ലെറ്റ് എന്നുള്ളത് ഷുഡ് ആവുന്നു. ഹാവ് അതേപോലെ ഷുഡ് ഹാവ് എ പിക്നിക് ഓൺ സൺഡേ. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. സോ ലെറ്റ് വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു ഷുഡ് ഇഫ് ഇറ്റ് സജസ്റ്റ് സംതിങ് ഓർ പ്രപ്പോസ് സംതിങ്. ഓക്കെ, ദെൻ while reporting exclamatory sentences അറിയാം, അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളതാണ്. while reporting exclamations and wishes the reporting verbs commonly used are exclaimed. okay, exclaimed, declared, cried out, wished, prayed, etc. ഇതൊക്കെയാണ് ഇൻട്രൊഡക്ടറി വേർബായിട്ട് വരുന്നത്. എക്സ്ക്ലൈംഡ് ആണ്, എക്സ്ക്ലമേഷൻ ആണ്, വണ്ടർ ഒക്കെ കാണിക്കുന്ന സമയത്ത്. then interjections and exclamations in the direct speech like oh, alas, bravo, hurrah, etc. and the exclamation marks are omitted in the indirect form. ഓക്കെ, അതങ്ങനെയാണ്. അതായത് എക്സ്ക്ലമേഷൻ മാർക്കുകളൊക്കെ അതിൽ ഒഴിവാക്കും. അതേപോലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് അതിൽ ഒഴിവാക്കും. ഓക്കെ, ദെൻ phrases like delight, with regret, with sorrow, etc. are used to bring out the intensity of feeling. അതൊക്കെ അതിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഫോർ എക്സാമ്പിൾ ഡയറക്റ്റ് സ്പീച്ച്,
he said what a genius Sachin is. Okay, what a genius Sachin is എന്ന് പറയുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതാണ്. അത് ഇൻഡയറക്റ്റ് ആക്കുന്ന സമയത്ത് ഹി എക്സ്ക്ലൈംഡ്, ഇവിടെ എന്താണ് എക്സ്ക്ലൈംഡ് ആണ്, എക്സ്ക്ലമേഷൻ ആയതുകൊണ്ട് എക്സ്ക്ലൈംഡ് ആണ് പറഞ്ഞത്. ഹി എക്സ്ക്ലൈംഡ് ദാറ്റ് സച്ചിൻ വാസ് എ ഗ്രേറ്റ് ജീനിയസ്. ഓക്കെ, സച്ചിൻ വാസ്, ഈസ് എന്താണ്, ഈസ് വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു വാസ്. ഓക്കെ, സച്ചിൻ വാസ് എ ഗ്രേറ്റ് ജീനിയസ്, ഒരു പ്ലെയിൻ സ്റ്റേറ്റ്മെൻ്റ് ആക്കി പറയുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഹീ എക്സ്ക്ലൈംഡ് ദാറ്റ് സച്ചിൻ വാസ് എ ഗ്രേറ്റ് ജീനിയസ്. അപ്പോൾ എക്സ്ക്ലമേഷൻ അതിൽ നിന്ന് മാറ്റിയിട്ട് എന്താണ്, ഈ എക്സ്ക്ലൈം ദാറ്റ് സച്ചിൻ വാസ് എ ഗ്രേറ്റ് ജീനിയസ് ആൻഡ് ദ എക്സ്ക്ലമേഷൻ മാർക്ക് ആൻഡ് quotation are omitted. Okay, so this is how we change the exclamatory sentences into reported speech. So we discuss important rules regarding the changes, and the changes come in tense, pronoun, possession, time, etc. are also discussed. ടൈമിലും അതുപോലെ ടെൻസിലും പ്രൊനൗണിലൊക്കെ വരുന്ന മാറ്റങ്ങളും, അതുപോലെ ഹൗ ടു ചേഞ്ച് ക്വസ്റ്റ്യൻസ് മാറ്റുന്നത്, അതുപോലെ കമാൻഡ് ഇമ്പരറ്റീവ് സെൻറ്റൻസസ് മാറ്റുന്നത്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് മാറ്റുന്നത്, അതുപോലെ മാറ്റമില്ലാതെ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ ചേഞ്ചസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ ഒരു ഡിറക്റ്റ് സ്പീച്ച് തന്നാൽ ഇൻഡിറക്റ്റ് ആക്കി മാറ്റാൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതുപോലെ തന്നെ ഇൻട്രൊഡക്ടറി വേർബ് യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സെഡ് അല്ലെങ്കിൽ ആസ്ക്ഡ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം ആ ഒരു പാസേജിൻ്റെ ടോൺ സജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി വെരി ഗുഡ്. ഓക്കെ, എപ്പോഴും സെഡ് ആസ്ക്ഡ് എന്നൊക്കെ യൂസ് ചെയ്യുന്നത് ദാറ്റ് സീംസ് വെരി ഓഡ്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ദി passage, and you can use certain verbs that suggest the tone of the passage. Okay, അതായത് എന്താണ് നേരത്തെ പറഞ്ഞു, ഓർഡേർഡ് എന്ന് പറയാം, then commanded, then asked, requested, suggested, അല്ലെങ്കിൽ threatened. ഓക്കെ, ഓർഡേർഡ്, begged, ആ രീതിയിലൊക്കെ സെൻറ്റൻസിൻ്റെ ആ ഒരു ടോൺ അനുസരിച്ച് നമുക്ക് പല ഇൻട്രൊഡക്ടറി വേർഡ്സും യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും സെഡ് അല്ലെങ്കിൽ ആസ്ക്ഡ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ബട്ട് അത് യൂസ് ചെയ്ത സെൻറ്റൻസിൽ റോങ് ഒന്നുമില്ല. ഓക്കെ, സെൻറ്റൻസ് വിൽ ബി റൈറ്റ്. ഓക്കെ, അപ്പോൾ അത് ഏറ്റവും ബെറ്റർ എന്താണ് മോഡേൺ യൂസേജസിലൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുന്നത് അതിന് ടോൺ സജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻട്രൊഡക്ടറി വേർബ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുകൂടി ഓർക്കുക. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് direct speech and indirect speech, and I hope all of you followed me. Thank you, and thank you very much for watching.